നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് AO സ്റ്റാർ അൽഗോരിതമാണ്. A സ്റ്റാർ അൽഗോരിതം നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തതാണ്. A സ്റ്റാർ അതേപോലെ പുതിയൊരു അൽഗോരിതമാണ് AO സ്റ്റാർ അൽഗോരിതം. ഹിയർ A സ്റ്റാർ അൽഗോരിതത്തിൽ നമ്മൾ രണ്ട് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ലിസ്റ്റ്. ഹിയർ നമ്മളൊരു സിംഗിൾ ലിസ്റ്റ് ഓഫ് നോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ദി ഗ്രാഫ്. ആൻഡ് ഇൻ പ്രോബ്ലം റിഡക്ഷൻ അൽഗോരിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രോബ്ലം റിഡക്ഷൻ അൽഗോരിതം ആക്ച്വലി നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് AO സ്റ്റാർ അൽഗോരിതമാണ്. അപ്പോൾ AO സ്റ്റാർ അൽഗോരിതത്തിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പ്രോബ്ലം റിഡക്ഷൻ മെത്തേഡ്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല, ഈസിയാണ്. ഏകദേശം അതേ മെത്തേഡ് തന്നെയാണ് അത് ഫുള്ളും ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഓരോ നോഡിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത്, ഓരോ നോഡും പോയിൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്മീഡിയറ്റ് സക്സസേഴ്സിനെ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഇമ്മീഡിയറ്റ് പ്രെഡിസിസേഴ്സിനെയും പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ നോഡിലും അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു H' വാല്യൂ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. H' വാല്യൂ നമുക്കറിയാം, ഇറ്റ്സ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പാത്ത് ഫ്രം the current node to the goal state. H' വാല്യൂ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇവിടെയും സെയിം H' വാല്യൂ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ A സ്റ്റാർ അൽഗോരിതത്തിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ F' വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് H' മാത്രമാണ്. A സ്റ്റാർ അൽഗോരിതത്തിൽ നമുക്കൊരു പുതിയ വാല്യൂ കൂടെ ഉണ്ട്, ഒരു G എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ദർ ഇസ് നോ G വാല്യൂ ഹിയർ we are using only H' വാല്യൂ. എന്തുകൊണ്ടാണ് G വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് റീസൺ ഉണ്ട്. ബിക്കോസ് ഒരു സെയിം സ്റ്റേറ്റിലേക്ക് നമുക്ക് മോർ ദാൻ വൺ പാത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഏത് പാത്ത് എടുക്കണം എന്നുള്ളതിൻ്റെ ഏത് പാത്തിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ടോപ്പ് ഡൗൺ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബെസ്റ്റ് നോൺ പാത്താണ് ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റ് നോൺ പാത്ത് ഈസ് ഓൾവേസ് ഗ്യാരണ്ടീസ് ദാറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന നോഡ് ബെസ്റ്റ് പാത്തിലുള്ള വരുന്ന നോഡായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യമില്ല, G വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വി ക്യാൻ ഓൺലി ഇതിൻ്റെ F' വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് H' വാല്യൂ മാത്രം മതി. അതുതന്നെയാണ് നമ്മൾ പ്രോബ്ലം റിഡക്ഷൻ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്തത്. F' വാല്യൂ എന്ന് പറയുന്നത് ആകെ നമ്മളുടെ H' വാല്യൂ മാത്രമാണ് അവിടെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു നോഡിൻ്റെ ഗുഡ്നെസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് H' വാല്യൂ ആണ്. ദാറ്റ് ഈസ് F' വാല്യൂ എന്ന് പറയുന്ന ഇതിവിടെ സിമ്പിളായിട്ട് നമുക്ക് H' വാല്യൂ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. അൽഗോരിതത്തിൽ നമ്മൾ കുറച്ച് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു A സ്റ്റാർ അൽഗോരിതത്തിൽ നമ്മൾ രണ്ട് ലിസ്റ്റ് ഓഫ് നോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഇസ് ദ ഓപ്പൺ ലിസ്റ്റ് ആൻഡ് അനദർ വൺ ക്ലോസ്ഡ് ലിസ്റ്റ്. പക്ഷേ AO സ്റ്റാർ അൽഗോരിതത്തിൽ വി ആർ യൂസിങ് ഓൺലി എ സിംഗിൾ ലിസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ദി ഗ്രാഫ്. അപ്പോൾ ലെറ്റ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് ഇനീഷ്യൽ സ്റ്റേറ്റ് init ആൻഡ് കമ്പ്യൂട്ട് H' ഓഫ് init. ഇപ്പോൾ സ്റ്റാർട്ടിങ് നോഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഗ്രാഫിൽ ആദ്യത്തെ നോഡ് മാത്രം ആൻഡ് അതിൻ്റെ H' വാല്യൂ ഓഫ് ദ ഇനീഷ്യൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് H' ഓഫ് init. ഫസ്റ്റ് നോഡിനെ നമ്മൾ init എന്ന് പറഞ്ഞിട്ട് ലാബൽ ചെയ്യുന്നു. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് until init is labeled solved or until H' init becomes greater than futility, repeat the following പ്രൊസീജിയർ. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഏതുവരെ പെർഫോം ചെയ്യാം? ആൻഡ് കണ്ടീഷനാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് ലാബൽ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറുക, H' ഓഫ് init ബിക്കംസ് ഫ്യൂട്ടിലിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടേമാണ്. ദാറ്റ് ഈസ് ഒരു ത്രെഷോൾഡ് വാല്യൂ ആണ് അല്ലേ. ആ എബവ് ദാറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് സോൾവ് ദാറ്റ് നോഡ്. അപ്പോൾ ഐദർ ലാബൽഡ് സോൾവ്ഡ് ഓർ H' വാല്യൂ ഇനിറ്റിൻ്റെ H' വാല്യൂ ഫ്യൂട്ടിലിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും.
ദെൻ ഇതിൽ ഈ സ്റ്റെപ്പിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് ട്രേസ് ദ ലാബൽഡ് ആർക്സ് ഫ്രം ഇനിറ്റ് ആൻഡ് സെലക്ട് ഫോർ എക്സ്പാൻഷൻ വൺ ഓഫ് ദ അൺഎക്സ്പാൻഡഡ് നോഡ്സ് ദാറ്റ് ഒക്കർ ഓൺ ദിസ് പാത്ത് കോൾ ദ സെലക്റ്റഡ് നോഡ്. ഈ ഇനിറ്റിന്ന് നമ്മൾ നോഡ്സ് എക്സ്പാൻഡ്, നമ്മൾ സ്റ്റാർട്ടിങ് നോഡ് ഇനിറ്റാണ്. ഇനിറ്റിന്ന് ഏതൊക്കെ ലാബൽഡ് ആർക്കാണ് ഉള്ളത് അതിലുള്ള വൺ ഓഫ് ദ അൺഎക്സ്പാൻഡഡ് നോഡ്സ് നമ്മൾ സെലക്ട് ചെയ്യും. പ്രോബ്ലം റിഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് നോഡ് അതിനെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബി സി ഡി പറഞ്ഞിട്ട് മോർ ദാൻ 2 അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആർക്കായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്ന നോഡിനെ സ്പെഷ്യൽ നെയിം കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ദി നോഡ്, NODE. നെക്സ്റ്റ് ജനറേറ്റ് സക്സസേഴ്സ് ഓഫ് ദ നോഡ്. ദാറ്റ് ഈസ് നമ്മളൊരു അൺഎക്സ്പാൻഡഡ് നോഡിനെ സെലക്ട് ചെയ്തു, അതിനെ നമ്മൾ നോഡ് നെയിം എടുത്തു, ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു expand that node. That is, we are generating its successors. If there are none, then assign futility as the h' value of node. അപ്പോൾ നമുക്ക് അൺഎക്സ്പാൻഡഡ് നോഡ് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ദർ ആർ നോ സക്സസേഴ്സ് ആണെങ്കിൽ അതിൻ്റെ h' വാല്യൂ നമ്മൾ ഫ്യൂട്ടിലിറ്റി ആയിട്ട് അസൈൻ ചെയ്യും. ആൻഡ് ഇഫ് ദർ ആർ സക്സസേഴ്സ് ദെൻ ഈച്ച് വൺ കോൾഡ് സക്സസർ ദാറ്റ് ഈസ് നോട്ട് ആൻ ആൻസിസ്റ്റർ ഓഫ് നോഡ് ഡു ദ ഫോളോയിങ്. അപ്പോൾ ഓരോ സക്സസേഴ്സിനെയും സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കും, ഈ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള നോഡ് ഉണ്ടല്ലോ ആ നോഡിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഏതെങ്കിലും ആണോ എന്ന് നോക്കും. ഇനി ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും. എന്തൊക്കെയാണ് പെർഫോം ചെയ്യുക? ആഡ് സക്സസർ ടു ഗ്രാഫ്. ഓരോ സക്സസറിനെയും നമ്മൾ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യും. If successor is a terminal node, label it solved and assign it h' value equal to 0. അതായത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത സക്സസർ എന്ന് പറയുന്ന നോഡ് ടെർമിനൽ നോഡാണ് അല്ലെങ്കിൽ ലീഫ് നോഡാണെങ്കിൽ നമ്മളതിന് ലാബൽഡ് സോൾഡ്, അതായത് നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നമ്മൾ റീച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ h' വാല്യൂ ബിക്കം ഈക്വൽ ടു 0 ആയിട്ട് അസൈൻ ചെയ്യും ആൻഡ് ലാബൽ ഇറ്റ് ആസ് സോൾവ്ഡ് ആയിട്ട് ലാബൽ ചെയ്യും. ദെൻ ഇഫ് സക്സസർ ഇസ് നോട്ട് എ ടെർമിനൽ നോഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് h' വാല്യൂ. ഇഫ് സക്സസർ എന്ന് പറയുന്നത് ഒരു ടെർമിനൽ നോഡ് അല്ലെങ്കിൽ അതിൻ്റെ h' വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അതായത് നമ്മൾ നോഡ് സെലക്ട് ചെയ്തു, നോഡിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, സം ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. either നമ്മൾ ഫ്യൂട്ടിലിറ്റി വാല്യൂ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ടെർമിനൽ നോഡായിട്ടുണ്ടാവും. ടെർമിനൽ നോഡാണെങ്കിൽ നമ്മൾ ലാബൽഡ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി അതല്ല നോൺ ടെർമിനൽ നോഡാണെങ്കിൽ നമ്മൾ അതിൻ്റെ h' വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദർ ഇസ് എ ചേഞ്ച് in the state. അപ്പോൾ നമുക്ക് ഈ propagate the newly discovered information up the graph by doing the following. ഈ newly discovered information നമുക്ക് എന്ത് ചെയ്യണം? we have to propagate back to its parents. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ S എന്ന് പറയുന്ന ഒരു സെറ്റ് സെലക്ട് ചെയ്യാണ്. let S be a set of nodes that have been labeled solved or whose h' value have been changed and so need to have values propagated back to their parents. അപ്പോൾ ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് നോഡ്സിനെ സെലക്ട് ചെയ്യാണ്. ദാറ്റ് ഹാവ് ബീൻ ലാബൽഡ് സോൾവ്ഡ് എന്ന് ലാബൽ ചെയ്തതോ അല്ലെങ്കിൽ അതിൻ്റെ h' വാല്യൂ ചേഞ്ച് ചെയ്തതോ ആയിട്ടുള്ള സെറ്റ് ഓഫ് നോഡ്സ് ആണ് നമ്മൾ എസ് എന്ന് പറയുന്ന സെറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊപ്പഗേറ്റ് ബാക്ക് ടു ദർ പാരൻസ്. അപ്പം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനിഷ്യലൈസ് എസ് ടു നോഡ്. എസ്സിലേക്ക് എന്താണ് നോഡ് വെച്ചിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. നോഡ് എന്ന് പറയുന്ന കറണ്ട് നോഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന നോഡ്. അണ്ടിൽ എസ് ഇസ് എംപ്റ്റി റിപ്പീറ്റ് ദ ഫോളോയിങ് പ്രൊസീജിയർ. എസ് എംപ്റ്റി ആവുന്നവരെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യും. ഇഫ് പോസിബിൾ സെലക്ട് എസ് എ നോഡ് നൺ ഓഫ് ദ ഹോസ്റ്റ് ഡിസെൻഡൻറ്റ് ഇൻ ഗ്രാഫ് ഓക്കേഴ്സ് ഇൻ എസ്. ഇഫ് പോസിബിൾ എന്നാണ് പറയുന്നത്. നമ്മൾ എസ് എന്നൊരു നോഡ് സെലക്ട് ചെയ്യാണ്, അതിൻ്റെ ഡിസെൻഡൻസ് എന്തുണ്ടാവരുത്? ഡിസെൻഡൻസ് ഇൻ ഗ്രാഫിലുള്ള ഡിസെൻഡൻസ് ഒന്നും എന്തിലുണ്ടാവാത്തത്? എസ്സിലില്ലാത്തത്. അങ്ങനെ ഒരു നോഡ് ഇല്ലെങ്കിൽ നമ്മൾ എനി നോഡ് ഫ്രം എസ് സെലക്ട് ചെയ്യും ആൻഡ് കോൾ ദിസ് നോഡ് ആസ് കറണ്ട് ആൻഡ് റിമൂവ് ഇറ്റ് ഫ്രം എസ്.
ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇനീഷ്യലൈസ് ചെയ്തു എസ് നോഡ് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഉണ്ടാവും എസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന നോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസെൻഡൻസ് ഗ്രാഫിൽ ഇല്ലാത്തതും ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അങ്ങനെ ഒരു നോഡ് ഇല്ലെങ്കിൽ നമ്മൾ അതിലുള്ള എനി നോഡ് നമ്മൾ സെലക്ട് ചെയ്യും. ആ നോഡിനെ നമ്മൾ കറണ്ട് എന്ന് ലേബൽ ചെയ്യും. ആൻഡ് ഓൾസോ വി ആർ റിമൂവിങ് ഇറ്റ് ഫ്രം എസ്. Then we compute the cost of each of the arcs emerging from current. The cost of each arc is equal to sum of the h dash value of each of the nodes at the end of the arcs plus the cost of the arcs itself. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയാണ്. ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് എമേർജ് ചെയ്യുന്ന ആർക്സ് നോക്കും. ആ ആർക്സിൽ ഓരോന്നിൻ്റെയും അതിൽ എൻഡിൽ വന്ന നോഡിൻ്റെ വാല്യൂ പ്ലസ് നമ്മൾ അതിൻ്റെ ആർക്കിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം റിഡക്ഷൻ്റെ എക്സാമ്പിളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു നോഡിന് ഇപ്പോൾ 3യും സെക്കൻഡ് നോഡിന് 5 ആണെങ്കിൽ 5 + 3യും ആൻഡ് അഗെയിൻ നമ്മൾ ആർക്സിൻ്റെ വാല്യൂ 1 + 1ഉം കൂടെ കൂട്ടിയിട്ട് 10 ആയിട്ട് നമ്മൾ അതിന് ലേബൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളിവിടെ അത് തന്നെ പ്രൊസീജിയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ കോസ്റ്റ് ഓഫ് ഈച്ച് ആർക്ക് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ എച്ച് ഡാഷ് വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ നോഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ആർക്ക് പ്ലസ് കോസ്റ്റ് ഓഫ് ദ ആർക്സ് ഇറ്റ്സെൽഫ്. Assign as current's new h dash value the minimum of the cost just computed from the arcs emerging from it. ഇപ്പോൾ നമുക്ക് അവിടെ മോർ ദാൻ 2 ചിൽഡ്രൻസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് വെച്ചിട്ട് അത് അതിലേക്ക് അസൈൻ ചെയ്യും. ഇനി മാർക്ക് ദ ബെസ്റ്റ് പാത്ത് ഔട്ട് ഓഫ് കറണ്ട് ബൈ മാർക്കിംഗ് ദ ആർക്സ് ദാറ്റ് ഹാഡ് ദ മിനിമം കോസ്റ്റ് ആസ് കമ്പ്യൂട്ടഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലുള്ള മിനിമം വെച്ചിട്ട് നമ്മൾ കറണ്ടിന് അസൈൻ ചെയ്യാണ്. Then mark current solved if all nodes connected to it through the new labeled arc have been just labeled solved. ഇപ്പോൾ നമ്മൾ നോഡിനെ കറണ്ട് എന്ന് പറയുന്ന നോഡിനെ നമ്മൾ സോൾഡ് ആയിട്ട് ലേബൽ ചെയ്യപ്പോഴാണ് അതിൻ്റെ ചൈൽഡ് നോഡിലുള്ള നോഡ്സ് എല്ലാം എന്ത് ചെയ്യാണ്, ജസ്റ്റ് സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തുവാണെങ്കിൽ നമുക്ക് അതിനെയും എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിനെയും നമുക്ക് സോൾഡ് ആയിട്ട് ലേബൽ ചെയ്യാൻ പറ്റും. Next, if current has been labeled solved, or if the cost of current was just changed, then its new status must be propagated back up the graph. So add all of the ancestors of current to S. ഇപ്പോൾ കറണ്ടിന് 2 പോസിബിലിറ്റി ആണല്ലോ, ഐദർ സോൾഡ് എന്നുള്ള ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പുതിയ കോസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സോൾഡ് ആണെങ്കിലും പുതിയ കോസ്റ്റ് അസൈൻ ചെയ്ത് കഴിഞ്ഞാലും ദർ ഇസ് എ ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റാറ്റസ്. അത് നമുക്ക് എന്ത് ചെയ്യണം, മസ്റ്റ് ബി പ്രൊപ്പഗേറ്റഡ് ബാക്ക് ടു ദ ഗ്രാഫ്. സോ അതിന് വേണ്ടിയിട്ട് വി ആർ ആഡിങ് ഓൾ ദ ആൻസസ്റ്റേഴ്സ് ഓഫ് കറണ്ട് ടു എസ്. എന്നിട്ട് പിന്നെ സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് അൺടിൽ നമ്മളുടെ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഇനീഷ്യൽ നോഡിനെ അതിൻ്റെ വാല്യൂ ഫ്യൂട്ടിലിറ്റി ആവുന്ന വരെ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ നോക്കുകയാണ്, ഇഫ് കറണ്ട് ഹാസ് ബീൻ ലേബൽഡ് സോൾഡ് ഓർ ഇഫ് ദ കോസ്റ്റ് ഓഫ് കറണ്ട് വാസ് ചേഞ്ച്ഡ് വി നീഡ് ടു പ്രൊപ്പഗേറ്റ് ബാക്ക് അപ്പ് ദ ഗ്രാഫ്. സോ ആഡ് ഓൾ ദ ആൻസിസ്റ്റേഴ്സ് ഓഫ് കറണ്ട് ടു എസ്. ഇനി സപ്പോസ് വാട്ട് ഹാപ്പൻ, നമ്മൾ ഈ ഒരു എല്ലാ ആൻസിസ്റ്റേഴ്സിനെയും നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കറണ്ടിൻ്റെ എല്ലാ ആൻസിസ്റ്റേഴ്സിനെയും നമ്മൾ എസ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നുണ്ട്. വി ഹാവ് എ എന്ന് പറയുന്ന ഒരു നോഡുണ്ട്, അതിൻ്റെ ചൈൽഡ് നോഡ്സ് ബിയും സിയും ഉണ്ട്. അതുപോലെ ബിയുടെ ചൈൽഡാണ് ഡിയും ഇയും. ദിസ് ഇസ് എൻ ആൻഡ് ആർക്ക്. ആൻഡ് സിയുടെ ചൈൽഡ് ഇ എന്ന് പറയുന്ന നോഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ബെസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ത്രൂ സി ആണ്, അപ് ടു ഇ വരെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇയുടെ വാല്യൂ 5 ആണ്. 5 പ്ലസ് കോസ്റ്റ് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 5 + 1 = 6 ആണ്. 6 + 1 7. നമ്മൾ പാരന്റ് നോഡിലേക്ക് അതിൻ്റെ വാല്യൂ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 5 + 3 8, 8 + 2 1 + 1 8 + 2 = 10 ആണ്.
ഇവിടുന്ന് ഈ വാല്യൂ അതായത് എക്ക് 2 വാല്യൂസ് ഉണ്ട്, 1 is 10 ആൻഡ് 1 6 ആണ്. അതിൽ മിനിമം കോസ്റ്റ് ആണ് നമ്മളെപ്പോഴും പാരൻറ്റിന് അസൈൻ ചെയ്യാം. ഇതാണ് മിനിമം കോസ്റ്റ് വരുന്നത് 6 ആണ്. അതുകൊണ്ടാണ് 6 + 1 7 നമ്മൾ എക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇക്ക് ഒരു പുതിയ നോഡ്, ഒരു ചൈൽഡിനെ നമ്മൾ ജനറേറ്റ് ചെയ്തു. ആ ചൈൽഡിനെ ജനറേറ്റ് ചെയ്ത സമയത്ത് എഫ് എന്ന് പറയുന്ന ഒരു ചൈൽഡിനെ നമ്മൾ ജനറേറ്റ് ചെയ്തു. ആൻഡ് വി ആർ കാൽക്കുലേറ്റിംഗ് ഇസ് എച്ച് ഡാഷ് വാല്യൂ ആസ് 9. അപ്പോൾ ആ 9 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കിട്ടി. അപ്പോൾ നമുക്കത് ഇത് പ്രൊപ്പഗേറ്റ് ബാക്ക് കൊടുക്കണം. അപ്പോൾ ഇയുടെ വാല്യൂ 10 ആയി അല്ലേ? ഇയുടെ വാല്യൂ 10 ആയി. ആ 10 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ നമുക്ക് അതിൻ്റെ പാരൻസിനെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യണം അല്ലേ? എല്ലാ ആൻസിസ്റ്റേഴ്സിനെയും നമ്മൾ എസ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, നമ്മൾ സിയിൽ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇയുടെ വാല്യൂ 10 + 1 ദിസ് വാല്യൂ ബിക്കം 11 ആൻഡ് 11 + 1 ഇവിടെ 12 വരും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബിയുടെ വാല്യൂ 10 ആണ്, 10 + 1 11 ആണ് ഇവിടെ വരിക. അങ്ങനെയാണെങ്കിൽ അതായത് ഇയുടെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പോൾ ഇയുടെ വാല്യൂ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 10 + 3 13, 13 + 2 15 ആണ് വരേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ബിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂ ആണ് ഇവിടെ മുന്നിലുള്ളത്. 1 is 11 ആൻഡ് സെക്കൻഡ് 1 is 12. അപ്പോൾ ഒബ്വിയസ്ലി ഏത് പാത്താണ് സെലക്ട് ചെയ്യുക? ത്രൂ 11 ബി വഴിയുള്ള പാത്ത് സെലക്ട് ചെയ്യും. ആൻഡ് സപ്പോസ് ഡി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ്, ഡി എക്സ്പാൻഡ് ചെയ്ത് ഒരു നോഡൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ കറണ്ട് നമുക്ക് ബെസ്റ്റ് പാത്ത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വരുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ കുറേ ഫാർ റീച്ച് ചെയ്തു, നമ്മൾ എന്നിട്ട് നിന്ന് കുറേ ഫാർ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ചേഞ്ച് അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ഓപ്റ്റിമൽ പാത്ത് നമുക്ക് മിസ്സാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്രയാണ് നമുക്ക് AO സ്റ്റാർ അൽഗോരിതം.